ഇന്ന് നമുക്കൊരു പാമ്പുംകളം കാണാൻ പോയാലോ? പലരും പലതാണ് പറയാ അല്ലെ. പാമ്പുംകളം പറയുന്നവരുണ്ട്, നാഗക്കളം പറയുന്നവരുണ്ട്, കളത്തിന് പോണെന്ന് പറയുന്നവരുണ്ട്. നമ്മൾ പണ്ടേ തന്നെ പാമ്പുംകളം എന്ന് പറഞ്ഞത് ശീലായിട്ടോ. ഇന്ന് ഞാനും അമ്മയും അതിനും മോളും കൂടെ പോകുന്നത് അമ്മയുടെയൊക്കെ തറവാട്ടിലാണ് പോകുന്നത്. അവിടെ ഒരു നാഗത്തറയൊക്കെ ഉണ്ട്. അവിടെ എല്ലാ കൊല്ലവും പണ്ട് മുതലേ ഈ പാമ്പുംകളം നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ആ ഒരു പാമ്പുംകളത്തിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് തവണ പോയിട്ടുള്ളൂ. പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ വാവ ആവാൻ ലേറ്റ് ആയതൊക്കെ നമുക്ക് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ആ വഴിപാട് കൊടുക്കാം അതിന് മോളായതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ കളം വന്നതും നമ്മൾ പോകുന്നതും. ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള ഓരോ ഓർമ്മകളും നമ്മളുടെ ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ വരും കേട്ടോ. നമ്മൾ പാമ്പുംകളത്തിന് പോണ ദിവസം നമ്മൾ മാമന്റെ വീട്ടിലുള്ളവരെല്ലാവരും നമ്മളുടെ കസിൻസും എല്ലാവരും ഒത്തൊരുമിച്ചുണ്ടാവുന്ന ഒരു ദിവസം കൂടിയാണ് അന്ന്. അതിനപ്പം പിന്നെ എന്നത്തെയും പോലെ എവിടെ ചെന്നാലും ആൾക്കാർ കൂടിയിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവൾ കരഞ്ഞ് പൊളിക്കും. പരമാവധി എല്ലാവരും കൈമാറിയൊക്കെ കൊണ്ട് നടന്ന് ആളുടെ മൂഡ് ശരിയാക്കാനൊക്കെ നോക്കി. പക്ഷെ വലിയ രക്ഷയൊന്നും ഉണ്ടായില്ല. എന്നാലും മാക്സിമം ഒക്കെ നോക്കി നമ്മൾ. അത് കഴിഞ്ഞ് നമ്മുടെ വഴിപാട് എന്ന് പറയുന്നത് പുള്ളൂർക്കുടം നിറയ്ക്കല് എന്നുള്ളതായിരുന്നു കേട്ടോ. എന്ന് വെച്ചാല് നമുക്ക് ഈ പാമ്പുംകളം നാഗക്കളത്തിനൊക്കെ പാട്ട് പാടുന്ന പുള്ളൂരുണ്ടാവുമല്ലോ, അവരുടെ ഒരു കുടമുണ്ട്. അത് നിറയ്ക്കല് അതൊരു വഴിപാടാണ് അത്രേ. എനിക്കറിയില്ലായിരുന്നു, ഞാനാദ്യമായിട്ടാ കേൾക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അരി വാങ്ങി കൊണ്ടുപോയിട്ട് അവരുടെ ആ കുടത്തിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആ കുടത്തിൽ നിറയും. അപ്പോൾ നമ്മളത് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ദക്ഷിണയും കൂടി കൊടുത്താൽ ആ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ തന്നെയാണ് അത് നിറച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടോ ഇങ്ങനെ പുള്ളൂർക്കുടം നിറയ്ക്കല് അങ്ങനെയുള്ള പരിപാടികളൊക്കെ? കൊല്ലങ്ങളായിട്ട് ഈ കളത്തിന് പോകലും കാണലും പങ്കുചേരലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വഴിപാട് ഞാൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അതിന് ജനിച്ചിപ്പോൾ ഒരു വയസ്സായിന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് വഴിപാടുകൾ പെൻഡിങ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അന്നത്തെ ദിവസം സാധാരണ പോലെ തന്നെ ചിറ്റന്മാരും മാമന്മാരും ആന്റിമാരും പിള്ളേർ സംഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ സംഘങ്ങളിൽ കുറച്ച് പേരൊന്നും എത്തിയിട്ടില്ല. പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ കുറെ പേരൊക്കെ ജോലിയായി, കുറെ പേര് പഠിക്കാൻ വേറെ വേറെ സ്ഥലങ്ങളിലായി. എന്നാൽ ആ ദിവസം അവിടെ ചെന്നു, എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. അതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. നോർമലി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോവാൻ പറ്റിയില്ല. പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. അന്ന് എനിക്ക് പോകാൻ പറ്റാണ്ട് ഭയങ്കര വിഷമമായിരുന്നു. പോകാൻ പറ്റാത്തപ്പോഴൊക്കെ ഭയങ്കര സങ്കടമാണ്. വീട്ടിലെത്തി അതിന് പതിവ് പോലെ അപ്പൻ്റെ തലയിലും കയറി.